സംവിധാന രംഗത്ത് ജീത്തു ജോസഫ് എന്ന സംവിധായകന്റെ ഓരോ ഊഴവും നമ്മൾ സിനിമാ പ്രേമികളും സിനിമാ ലോകവും ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കാറുള്ളത്. മൈ ബോസും മെമ്മറീസും ദൃശ്യവും ഒക്കെ ഒരു മികച്ച ദൃശ്യാനുഭവമായി നമുക്ക് മുന്നിൽ എത്തിച്ച ഈ സംവിധായകന്റെ അടുത്ത ഊഴം എന്ന സിനിമയിലൂടെയാണ്. അതും മലയാളത്തിലെ മോസ്റ്റ് വാണ്ടഡ് ടാലന്റഡ് ആക്ടർ പൃഥ്വിരാജ് എന്ന നടനെ നായകനാക്കി മറ്റ് താരങ്ങളെയും അണിനിരത്തി ഈ ഓണത്തിന് ഞങ്ങൾക്ക് മുന്നിലെത്തുന്ന ചിത്രമാണ് ഊഴം. ഊഴത്തിന്റെ ഊഴം എങ്ങനെയായിരിക്കും? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സിനിമയെ. ഇതൊരു നല്ല ഒരു എൻ്റർടൈനർ സിനിമയാണെന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. സ്വാഭാവികമായും ഓണക്കാലത്തെ ബാക്കി സിനിമകളും ഉണ്ട്. ഞങ്ങളുടെ ഊഴവും ഒട്ടും പിന്നിലാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങള്. ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മെമ്മറീസും ദൃശ്യവും ഇതെല്ലാം ചെയ്യുമ്പോഴും മൈബൂസൊക്കെ ചെയ്യുമ്പോഴും ഇതൊരു നല്ല സിനിമയാണെന്നുള്ളൊരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളും പോകുന്നത്. 100 ദിവസം ഓടുന്ന സിനിമകളല്ല, 50 കോടി കളക്ട് ചെയ്യുന്ന സിനിമകൾ എന്നുള്ളതല്ല. നല്ലൊരു സിനിമ ചെയ്യണം, പക്ഷെ അത് പ്രൊഡ്യൂസർക്ക് പണം നഷ്ടപ്പെടരുത്. ഒരു നല്ല സിനിമയാണെന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എസ്പെഷ്യലി ജീത്തു ജോസഫിന്റെ സിനിമ ആവുമ്പോൾ എല്ലാവരും ത്രില്ലർ എന്നൊരു ഇത് ആൾക്കാരുടെ മനസ്സിൽ വരും. ഇത് ഒരു റിവെഞ്ച് ഡ്രാമയാണ് ഈ സിനിമ. കഥ പറയുന്ന രീതി നമ്മളൊരു പുതിയ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആണെന്നല്ല പറയുന്നത്, ഒരു നോർമൽ രീതിയിലല്ല പറയുന്നത്. ഇതിനകത്ത് സസ്പെൻസ് ഒന്നുമില്ല, പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തായിരിക്കും ഇനി സംഭവിക്കുക. ഒരു ആക്ഷൻ മൂഡിലുള്ള ഒരു ഫാമിലി സ്റ്റോറിയും കൂടിയ ഒരു റിവെഞ്ച് ഡ്രാമ. അതാണ് ഊഴം. ഈ ത്രെഡ് ആദ്യമായിട്ട് തോന്നിയത് ജീത്തു ചേട്ടന്റെ മനസ്സിൽ തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ 2007 ഡിക്റ്റേറ്റീവ് ചെയ്ത് കഴിഞ്ഞ് 3 കഥയാണ് പൃഥ്വിരാജിനോട് പറഞ്ഞത്. ഊഴത്തിന്റെ ഊഴം ഇപ്പോഴാണ് വന്നത്. 2016 വരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പൊ എന്തായാലും ഊഴം മനസ്സിൽ വിചാരിച്ചപ്പോൾ പൃഥ്വി തന്നെയായിരുന്നു മനസ്സിൽ. ഇതിനകത്ത് സൂര്യ എന്ന കഥാപാത്രം രാജുവിനോട് ആദ്യം പറഞ്ഞത്. ഇനി നീരവിലേക്കും രസ്നയിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? നീരജിനെ ഞാൻ കോളേജ് BCM കോളേജ് കോട്ടയത്ത് എൻ്റെ ഒരു കസിൻ്റെ മോളുണ്ട്, പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞു, ജീത്തു അങ്കിളൊന്ന് വരണം അവിടെ ചെയ്യാന്ന്. വിമൻസ് കോളേജാണ്. എന്നെ വിളിച്ചു. ശരി ചെന്നേക്കാന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞു പറ്റുവാണെങ്കിൽ നീരജിനോട് ഒന്ന് കൂട്ടിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ കാര്യം പിടികിട്ടി, എന്നാൽ പിന്നെ അല്ലല്ല ജീത്തു അങ്കിൾ വരണം എന്ന് പറഞ്ഞു. ശരി ഞാനും വന്നേക്കാം. പിന്നെ ഇവൻ വരുമല്ലോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാനിവിടെ വന്നേക്കാന്ന് വെച്ചു. അങ്ങനെ പറയാൻ പറ്റുമല്ലോ, അപ്പം തിരക്കല്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ് ഇവൻ എനിക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞ് അവിടെ വെച്ച് നമ്മൾ കോട്ടയത്ത് വെച്ചാൽ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൊത്തത്തിൽ കോലമൊക്കെ ഒന്ന് മാറി. കറക്റ്റ് ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട്, ഒരു IT പ്രൊഫഷണലായിട്ട്. അങ്ങനെ BCM കോളേജിനെ സാക്ഷി നിർത്തിയാണ് ഇവനെ ഞങ്ങൾ കാസ്റ്റ് ചെയ്യുന്നത്. അതൊരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ ഒരു വളരെ മനോഹരമായ ഒരു സന്തോഷ വാർത്തയായിരുന്നു. ഒരു നിമിഷമായിരുന്നു. അത്രയും സുന്ദരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഇനി ആ വാക്ക് മാറ്റില്ല എന്നൊരു വിശ്വാസം. അവിടെ വെച്ച് തന്നെ മറുപടി പ്രസംഗത്തിൽ ഞാൻ അത് തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്നു. അവിടെ വെച്ച് തന്നെ അവിടെ വെച്ചാണ് കാസ്റ്റിംഗ് നടക്കുന്നത്, അതായത് ഇത്രയും പേരെ സാക്ഷി നിർത്തിക്കൊണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ മുടി അകാരണമായിട്ട് വെറുതെ മുടിയൊക്കെ നീട്ടി, ഇത് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ വളർത്തിയതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടായത് അപ്പോഴാണ്. കാരണം ജിത്തുവേട്ടൻ്റെ ക്യാരക്ടർ, ജിത്തുവേട്ടൻ്റെ മനസ്സിൽ ഞാൻ ആ അടികപ്പേരെ കഴിഞ്ഞ് നിൽക്കുന്ന ക്ലീൻ ഷേവ് ആയിട്ടുള്ള ഒരു ലുക്കിലായിരുന്നു. അപ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ ഈ മറ്റേ മുകളിലേക്ക് മുടിയൊക്കെ പൊക്കി കുടുമി മാൻ ബണ്ണൊക്കെ വെച്ചിങ്ങനെ ഇത് കറക്റ്റാണ്, ഒരു അലസനായ ഒരു IT പ്രൊഫഷണൽ കറക്റ്റാണ്, നിന്റെ ക്യാരക്ടർ എന്നെ കണ്ടപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ക്യാരക്ടറായിട്ട് അപ്പോൾ നീരജിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ, അടിപൊളി. അപ്പം അതിനുശേഷമാണ് എനിക്ക് കഥ പറഞ്ഞു തരുന്നതും. അപ്പം കഥ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം അന്ന് ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലിലാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇത് വേറിട്ട് നിൽക്കുന്നത് ഈ സ്റ്റോറി. പിന്നീട് എനിക്കത് ഷൂട്ട് ചെയ്യുമ്പോഴും കണ്ടു കഴിയുമ്പോഴും, അതായത് ഷോട്ട് ടു ഷോട്ട് അല്ലെങ്കിൽ കഥ പറയുന്ന ഒരു രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു പിടുത്തം കിട്ടിയത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. ഇതായിരുന്നല്ലേ ഈ പടം എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിനകത്തൊരു ഐറ്റം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഇടയ്ക്ക് ഒരു പത്രത്തിൽ ഒരു ഹെഡിങ് കണ്ടു, ഞാൻ പറഞ്ഞതല്ല, നീരജിൻ്റെ 2ാം ഊഴം ജിത്തുവിനോടൊപ്പം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ശരിയാണ്, ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ ഒരു ടിപ്പിക്കൽ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഫൺ തമാശ പറയുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടെയൊക്കെ ഉത്തരവാദിത്തമൊക്കെ ഉള്ളൊരു കഥാപാത്രം തരാനുള്ള ഉത്തരവാദിത്തം ജിത്തുവേട്ടൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിലും എവിടെയെങ്കിലും ഒരു ഡാൻസറോ പാട്ടുകാരനോ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് നേരം ഡാൻസ് ചെയ്തിരുന്നോട്ടെ ഞാനൊന്ന്. രസം എന്നറിയാം, ഞങ്ങളുടെ ഒരു ക്ലബ് സോങ് ടീസർ പുറത്തിറങ്ങി.
ആ ക്ലബ് സോങ്ങിനകത്ത് ഇവൻ ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷെ ഡാൻസ് ചെയ്യിച്ചില്ല. ഒരു step വേണ്ട, അവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. അവിടെ ഞാൻ എവിടെ പാട്ടിട്ടല്ലോ അപ്പൊ ഡാൻസ് കളിക്കും. എന്നിട്ട് ഡാൻസ് ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത നായികയെ കൊണ്ട് മുട്ടൻ ഡാൻസ് അങ്ങനെ ഒരു, പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു, ഞാൻ ജിത്തുവേട്ടൻ ഇതുവരെ ജിത്തുവേട്ടൻ്റെ പടത്തിലൊരു ക്ലബ് സോങ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതേപോലെ അനിലേട്ടൻ ഇങ്ങനെ ഒരു സോങ് ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല, ടെക്നോ ട്രാൻസ് ബീറ്റ് ഒക്കെ ആയിട്ട്. പക്ഷെ മലയാളത്തിലെ ഏറ്റവും നന്നായിട്ട് ചിത്രീകരിച്ചൊരു ക്ലബ് സോങ് ആയിരിക്കും ഇത്. പക്ഷെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മലയാളത്തില് എന്തിനാ ഇങ്ങനെ ഒരു ഹിന്ദി സോങ്ങിന്റെ ആവശ്യം എന്താന്നൊക്കെ പറഞ്ഞാൽ ഞാനുണ്ട് യൂട്യൂബിൽ ഇത്. പക്ഷെ നമുക്ക് അല്ലാതെ അവിടെ ഒരു കഥ നടക്കുന്ന ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ വെക്കില്ലല്ലോ. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഡാൻസ് കണ്ടു നിൽക്കുന്ന റോളാന്ന് പറഞ്ഞു. കൊറിയോഗ്രാഫർ ആവേണ്ടി വന്നോ? സ്റ്റെപ്പ് പഠിപ്പിച്ചു അറിയാവുന്ന ആൾക്കാരോട് വേറെ പണി അറിയാവുന്നവരുണ്ടായിരുന്നു. കൊറിയോഗ്രാഫിയിലൂടെ ഞാൻ കടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങള് ഇപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇത്തിരി നേരത്തെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ജാമിങ് സെഷൻ ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് കേട്ടോ DJ അതിനകത്ത് അഭിനയിച്ചത്, സൈലക്സ് ആയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ജാമിങ് സെഷൻ ഉണ്ടായി. തെറ്റു പറയാൻ പറ്റില്ലല്ലോ, ജിത്തുവേട്ടനൊക്കെ ഭയങ്കര അതേപോലെ ഇപ്പൊ ഇച്ചിരി വണ്ണം വെച്ചോണ്ട് പഴയ പോലെ ഡാൻസ് ചെയ്യാൻ ഇതിലും വലിയ സംഭവമായിരുന്നു. അതിന്റെ ഫുട്ടേജ് അതിന്റെ മേക്കിംഗ് അതെന്തെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്നുള്ളൊരു എല്ലാവരും ഡാൻസ് ചെയ്തു. പിന്നെ നല്ല രസമുള്ള ഒരു ജാമിങ് സെഷൻ ആയിരുന്നു. ഇടക്കിടക്ക് അത് ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ഡാൻസ് കളിപ്പിച്ച് ഇവരൊക്കെ ഞെട്ടിച്ചോ? അതിനുള്ളൊരു അവസരം ഇതുവരെ കിട്ടിയില്ല. ഭാവിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. രസ്നയുടെയും ആദ്യത്തെ മലയാള സിനിമ അല്ല, രണ്ടാമത്തെയാണ്. ആദ്യത്തേന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇതിനു മുമ്പ് ചെറിയ രീതിയിൽ മലയാളത്തിൽ ആർട്ട് മൂവി ചെയ്യുന്നു. പക്ഷെ എനിക്ക് പറയാം ഇതായിരുന്നു എന്റെ ഒരു ശരിക്കുള്ള ഒരു ലോഞ്ച് പാഡ്, എന്റെ ഒരു ഊഴം അങ്ങനെ പറയാം. ഒരു തമിഴ് സിനിമ, ഒരു തമിഴ് മൂവി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു ആർട്ട് മൂവി മലയാളം കുറെ വർഷങ്ങൾ മുമ്പുള്ള ഒരു കാര്യമാണ്. എത്ര പ്രായമുണ്ട്? വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ആർട്ട് ഫിലിം ചെയ്തിരുന്നു. ഞാൻ അനിയത്തിയായിട്ടാണ് കണ്ടത്, ഇനിയിപ്പോ ചേച്ചിയായിട്ട് കാണണോ എന്നാണ് ഞാൻ. അതെ, എങ്ങനെയുണ്ടായിരുന്നു ജീത്തു ചേട്ടന്റെ കൂടെ ഫസ്റ്റ് മൂവി? ഞാനിതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ഞാൻ നല്ലൊരു ഓപ്പണിംഗ് വേണം മലയാളത്തിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു ദൈവാനുഗ്രഹം പോലെ ജിത്തു സാറിൻ്റെ ഈ ഒരു ഊഴത്തിലേക്ക് വിളിക്കാം. അപ്പോൾ വേറെ ഒന്നും ആലോചിക്കാണ്ടില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇതിനകത്ത് പുള്ളി ശരിക്കും പുള്ളിനെ സെലക്ട് ചെയ്യാനുള്ള ഒരൊറ്റ ഫോട്ടോ ഉണ്ട്. പുള്ളി സാധാ കോസ്റ്റ്യൂമിൽ വീട്ടിൽ ചായ കുടിച്ചിട്ട് കണ്ടിരുന്നിട്ട് ചുമ്മാ തലമുടി കഴിച്ചിട്ട് ഇങ്ങനെ ഒരു സെൽഫി, അറിയാതെ എടുത്തൊരു സെൽഫി. ഞാൻ ഇപ്പൊ രസ്നയ്ക്ക് അറിയുമെന്ന് രസ്നയോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ ലിൻഡോട് എൻ്റെ വൈഫിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് അവിടെ ഐശ്വര്യ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സെൽഫിക്ക് ഒരു താങ്ക്സ് ഉണ്ട് എന്തായാലും. ആ സമയത്ത് അത് എടുക്കാൻ തോന്നില്ല, അങ്ങനെ എടുത്തു. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ നമ്മൾ വിത്തൗട്ട് മേക്കപ്പ് ആണല്ലോ സെലക്ട് ആയത്. ഇനിയും ഭാവി ഉണ്ടാവുമായിരിക്കും അല്ലേ? ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നീരജിന്റെ കൂടെ ഒക്കെ കുറെ ദിവസം ഇങ്ങനെ അടിച്ചു പൊളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാങ്സ്റ്റർ ആണ് നീരജ്. എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു അവിടെ പിന്നെ സാറിന്റെ ആ ഒരു ഇത് എല്ലായിടത്തും മേൽനോട്ടം ഉള്ളതുകൊണ്ട് എല്ലാവരും ഭയങ്കര. അത് ജീത്തു ചേട്ടനാണ് അതില് വലിയ പ്രാങ്സ്റ്റർ. എനിക്ക് ശരിക്കും ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റാണ് അതിന്റെ എല്ലാ സെറ്റുകളും. ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് സാറും ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്തിനാ കരഞ്ഞത്? അത് പിന്നെ ഞാൻ എപ്പോഴാണ് കരഞ്ഞത് പറയൂ. അത് പിന്നെ അതിനെച്ചാൽ ദിവ്യയും ഒരു പടം കഴിഞ്ഞിട്ട് ഇതില് ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ എന്തോ ഇവർക്ക് ഭയങ്കര ഒരു ആവശ്യമില്ലാത്തൊരു ടെൻഷൻ, ആ ടെൻഷൻ കൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ഇവർ തെറ്റിക്കുന്നു. പ്രത്യേകിച്ച് രാജു കൂടെയൊക്കെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വന്നപ്പോൾ എപ്പോഴും ഞാനൊന്ന് ചൂടായെന്നല്ല എന്നെ ഇത് കാണിക്കാൻ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കറക്റ്റ് അവിടെ നീരജ് വരാനുണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പുള്ളി ഓർത്തു എന്റെ കാര്യം തീർന്നു, എന്നെ ഒന്നിനും കൊള്ളിയല്ല എന്ന എന്തൊരു ഫീലിംഗ് വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അപ്പുറം നോക്കിയപ്പോൾ ഞാൻ എന്നാന്ന് ചോദിച്ചപ്പോൾ ഒറ്റ കരച്ചു. അത് ഇനിയും പ്രശ്നമുണ്ടായി, ഇനിയും വഴക്ക് പറയും, താൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടായില്ലേ, പണ്ടേ പറഞ്ഞു പിടിയല്ലായിരുന്നു. അപ്പം അതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പിക്ക് ചെയ്തു. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോളെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും, വിചാരിച്ചു. നോക്കുമ്പോ രണ്ട് വഴക്ക് അധികം കിട്ടിയ പിന്നെ പടത്തില് നമ്മുടെ പാട്ടിൽ അതുപോലെ തന്നെ ഒരു സീനുണ്ട്. അതേപോലെ തന്നെ എന്നോട് പലരും പറഞ്ഞു കേട്ടോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ ഇങ്ങനെ ഇത് കണ്ടു അപ്പൻ എതിരോടി എന്ന് പറയുമ്പോഴത്തേക്കും
എല്ലാം പഴയപോലെയാക്കി. അങ്ങനെ ഒരുപാട് ഏതൊരു കുടുംബത്തിലും കാണുന്ന ഒരുപാട് നല്ല നല്ല രംഗങ്ങൾ ഈ കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഫാമിലി ബേസ്ഡ് ആണ് ഈ സിനിമ. ഇത് ഒരു കുടുംബമായിട്ട് ഈ സിനിമ വന്ന് ഓണത്തിന് ഒരു കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ ജനിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നല്ലേ? ഒരു സീനുണ്ടല്ലോ, ചേട്ടൻ അനിയനും കൂടെ ഒരു കള്ളുടിക്കുന്ന സീനോ, പോക്കറ്റിലേക്കാണോ ബിയർ? അത് ചിലരുടെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടായതാണ്. ഉറപ്പായിട്ടും ജീവിതാനുഭവത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഇവിടെ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്ടറിന്റെ ജീവിതാനുഭവമാണ്. ശരിക്കും കാലിക്കറ്റ് ഞങ്ങളൊരു എൻ്റെ ബ്രദറിൻ്റെ ഫംഗ്ഷൻ, ചേച്ചിയുടെ വീട് കാലിക്കട്ട്. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ ഹാളിൽ ഫംഗ്ഷൻ നടക്കുന്നത്, അവിടെ ഇങ്ങനെ ഓരോ ചെറിയ ഹട്ട് പോലെ കോട്ടേജസ് ആയിട്ട്. അപ്പം അങ്ങനെ ഒരു ഞങ്ങൾ താമസിക്കുന്ന ഒരു ഹോട്ടൽ, ഫാദർ മുതലൊക്കെ ഇരിക്കുന്നു. അപ്പം അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പം ഞാനും എൻ്റെ കസിനോട് ഒരു സൈഡിൽ നിന്ന് ഒരു തരത്തിലൊരു ബിയർ അടിച്ച് മാറ്റി അവിടെ നിന്ന് അത് എടുത്തുകൊണ്ടുപോയി നേരെ കൊണ്ടുപോയി അവിടെ ഇരുന്നു. അപ്പോൾ ഇവരെല്ലാം ഹാളിൽ അവിടെ ഭയങ്കര വർത്താനം നടക്കുന്നു ചെയ്യുന്നു. ഇതിങ്ങനെ ബിയർ ഒഴിച്ച് കുപ്പി അങ്ങ് മാറ്റി വെച്ച് ബിയർ ഗ്ലാസ് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ എടുക്കാൻ മറന്നു പോയിട്ട് ഫാദർ കയറി വന്നു. ഫാദർ ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ അവിടെയാണ്, ആ ഭാഗത്തായിട്ടാണ് ഈ ഇതിരിക്കും അലമാര. ഫാദർ കയറി വന്നപ്പം എൻ്റെ ബിയർ ഗ്ലാസ് ഇരിക്കുക. എന്താ ചെയ്യണേ, എനിക്ക് പെട്ടെന്ന് ഇത് എംറ്റി ആക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഒറ്റ ഒഴി ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്നു. പുള്ളി ഫാദർ വന്ന് ഫാദർ വന്ന് അതെടുത്ത് അങ്ങ് പോയി. കണ്ടില്ല, ഭാഗ്യം കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉള്ള ഇതുകൊണ്ട് ബിയർ ഷെയർ ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഫാദർ ചോദിച്ചു, എന്തിനാണ് അത് പോക്കറ്റിൽ വെച്ച് ചോദിച്ചു. പുള്ളി കണ്ടായിരുന്നു. അത് ആത്മാംശം ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെയല്ല, ഇത് ഒഴിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇവനിങ്ങനെ ആദ്യം എടുത്തിട്ട് പോക്കറ്റൊക്കെ വലിച്ച എയിം ചെയ്ത് ഞാൻ ഒറ്റ വഴി അത്രേ ഉള്ളൂ. അത് പോക്കറ്റ് ശരിക്കും റിയൽ ലൈഫിൽ പിന്നെ പപ്പ പോയതിനു ശേഷം ജിതോട്ട് അത് പിഴിഞ്ഞ് ഗ്ലാസ്സിലോട്ട് പിഴിഞ്ഞിട്ട് അതാണ് ശരിക്കും സംഭവിച്ചത്. ഉണ്ടായിരുന്നു. അല്ല, അത് ശരിക്കും ചെയ്തു. ലൊക്കേഷനിൽ അങ്ങനെ ചെയ്തോ? ഇല്ല, അവിടെ വേറെ ഇരിപ്പുണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തത്. നീരജും അനിയനും അങ്ങനെയാണോ വീട്ടില്? ഇതുപോലെ എന്തെങ്കിലും നിങ്ങളെ ചേട്ടൻ അനിയൻ അംശം ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചേട്ടൻ വെള്ളടിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്, ജനറൽ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അതേ അല്ല ഞാൻ ചോദിച്ചത്. തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെയല്ല ഇതിനകത്ത് ഉള്ള സംഭവം കാണിച്ചിട്ടുള്ളത്. വേറൊരു ലൈനാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പിന്നെ ബാലേന്ദ്രൻ സാറിന്റെ കൂടെയുള്ള അച്ഛനായിട്ട് വന്നിരിക്കുന്ന ബാലേന്ദ്രൻ സാറിന്റെ കൂടെ ഞാൻ ഇതിനു മുന്നേ എൻ്റെ ആദ്യത്തെ സിനിമയിൽ സാറിന്റെ ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നൊരു പടമായിരുന്നു ബഡി. അപ്പൊ അന്ന് മുതലേ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആള് മേനോ സാറാണ്. ആറ്റിറ്റ്യൂഡ് വൈസ് ഫുൾ ടൈം എന്താ പറയുക, ഏറ്റവും എനർജി അദ്ദേഹത്തിനായിരിക്കും നമ്മുടെ സെറ്റിൽ വർത്തമാനം പറയാനാണ്, കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കാണേലും ഷോട്ട് എടുക്കുമ്പോഴൊക്കെ ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം പുള്ളി ഒരു ഡയറക്ടറല്ലേ, സിനിമകൾ ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുത്ത് ഇത് അങ്ങനത്തെ ഒരു സംവിധായകൻ. നമ്മളൊരു 2-3 ഡയലോഗ് പറഞ്ഞു, ഡയലോഗ് പറഞ്ഞു ആദ്യം ഇരുന്നുകൊണ്ട് വീണ്ടും വിളിച്ചു. അല്ല ഞാനതങ്ങനെ പറയുമ്പോൾ മറ്റേ ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥ വെച്ചിട്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഓരോ കഥാപാത്രത്തിലെ ആരെയാണ് കാസ്റ്റ് ചെയ്തത് നേരത്തെ മനസ്സിൽ ഉണ്ടാവും തീർച്ചയായിട്ടും, അല്ലേ? പക്ഷെ എന്നാലും വിചാരിക്കാത്ത ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഏതെങ്കിലും അവസരത്തിൽ തോന്നിയിട്ടുണ്ടോ? അല്ല, അത് എല്ലാ സിനിമയിലും ഉണ്ട്. ഞാനിപ്പം നമ്മൾ ഓരോ ക്യാരക്ടറിനെ എടുക്കുമ്പോൾ, ഇപ്പം ലീഡ് ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആണ്. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. ആ ക്യാരക്ടറിന് സൂട്ടാകുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ അത് ഡേറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നടക്കാതെ വരാം. ദൃശ്യം എന്ന് പറയുന്ന സിനിമ ആദ്യം ഞാൻ മമ്മൂക്കായുടെ അടുത്താണ് പറഞ്ഞത്. പക്ഷെ മമ്മൂക്കായ്ക്ക് ഡേറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് തന്നു. ഇപ്പോൾ ലാലേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ലാതെ ഞാൻ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ ലാലേട്ടൻ ചെയ്യുന്ന പോലത്തെ ഒരു ഗ്രാൻഡിയറിലേക്ക് ചിലപ്പോൾ പടം പോവില്ലായിരിക്കും. എങ്കിലും നമുക്ക് ഓപ്ഷൻ വേണം, എന്നാലേ അത് സിനിമ ചെയ്യണമെങ്കിൽ. അതൊക്കെ ഇവിടെ പ്രത്യേകിച്ച് മലയാളത്തിൽ. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഊഴം എന്ന് പറയുന്ന സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്ന കുട്ടി ദിവ്യ പിള്ള. ആക്ച്വലി കുട്ടിയുടെ 2ാമത്തെ സിനിമയാണ്. പുള്ളിക്കാരത്തി ദുബായിൽ മീൻസ് കമ്പനി എയർലൈനിൽ വർക്ക് ചെയ്യുകയാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഹീറോയിന് വേണ്ടി ഇങ്ങനെ അന്വേഷണം തുടങ്ങി സമയത്ത് ശ്യാംദത്താണ്, ക്യാമറമാൻ ശ്യാംദത്താണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞാനല്ല ശ്യാംദത്താണ് വർക്ക് ചെയ്തത്.
അങ്ങനെ ഈ പറഞ്ഞ പുള്ളിക്കും ഇതുപോലെയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ടെൻഷനൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ അതൊക്കെ മാറി പുള്ളിയും മിടിക്കായിട്ട് സംഭവങ്ങൾ ചെയ്തു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കാരണം ഒരു ഇന്റർവ്യൂലൊക്കെ വരുമ്പോൾ ജീത്തു ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയ്ക്കൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയല്ലേ ലൊക്കേഷനിൽ ഇന്റർവ്യൂവിന് വരുമ്പോൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഞാനവിടെ ആരോടും വഴക്കം, ഞാൻ ഒരിക്കലും ഒരു സെറ്റിലും തെറി വിളിക്കുവോ അല്ല അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. കാരണം എന്താ അറിയോ, അവർ കംഫർട്ടബിൾ ആയാലേ നമ്മൾ വിചാരിക്കുന്നവരിൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവർ ടെൻഷനായി കഴിയുമ്പോൾ ഞാൻ ഇവരോട് എന്തെങ്കിലും ചൂടാകുന്നത് സ്നേഹം കൊണ്ടുള്ളൊരു ചൂടാകിച്ചേ എന്തോ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് എന്നാൽ അടുത്തിരുന്ന് അത് പറയുക അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പുള്ളി കരഞ്ഞോടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ വലിയ ആർട്ടിസ്റ്റ് വരെ തെറ്റിക്കും. ഞാൻ എൻ്റെ സെറ്റിൽ ഏറ്റവും കൂടുതൽ ചൂടായിട്ടുള്ള ഒരു വ്യക്തിയോടാണ്. അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ്, എൻ്റെ കോസ്റ്റ്യൂം. അതാരാന്നും കൂടെ ചോദിക്കും. ഭാര്യ, സ്വന്തം ഭാര്യ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടിൽ വന്ന് ഇന്റർവ്യൂ എടുക്കാൻ വന്നു. ഞാൻ നോക്കിയ ഒരു ചാനലിൽ ഇന്റർവ്യൂ ആണ്. ഞങ്ങളെ ഇരുന്ന് വർത്താനം ഇതിനെക്കുറിച്ച് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കൈയൊക്കെ വിറച്ചു. എന്നെയോ അവിടെ ഇട്ട് പേടിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ സെറ്റ് മുഴുവൻ നിൽക്കുമ്പോൾ എന്നെ നടുക്ക് ഒരു ദക്ഷിണയും ഇല്ലാതെ പേടിപ്പിച്ചിട്ട് വേറെ. ഞാൻ പറഞ്ഞു അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മെസ്സേജ് സ്വന്തം ഭാര്യയോട് വരെ ഇതാ. അപ്പൊ ഞങ്ങൾ മര്യാദയ്ക്ക് പണിയെടുത്തില്ല ഞങ്ങളോടൊന്ന് പറയുന്നു. അല്ല അങ്ങനെ ആർക്കും ടെൻഷൻ കൊടുക്കാറില്ല, പക്ഷെ സ്വയം ടെൻഷൻ എടുത്ത് നടക്കുന്ന ഒരു ഡയറക്ടറാണ്. എനിക്കും അങ്ങനെ വലിയ ഒരു സിനിമ അത് നന്നായി വന്നില്ലെങ്കിൽ എന്നുള്ള തോന്നുന്ന പോലത്തെ ഒരു ടെൻഷൻ അല്ലാതെ അതല്ലാതെ ഒരു ഇതിങ്ങനെ വന്നു അത് തീർന്നില്ല ഇല്ലെങ്കിൽ നമുക്കത് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഫ്ലെക്സിബിളാ. അല്ല, എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത് ഈ മൊത്തം സീന് തലയിൽ കൂടെ കാണുന്നൊരു പരിപാടിയുണ്ട്. ഇത് എങ്ങനെ ആ സമയത്ത് എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ആ സമയത്ത് ഇത് ഇങ്ങനെ അതല്ലാതെ ഭയങ്കര അയ്യോ അതായില്ല ഇതായില്ല അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം നീരജ് എന്തെങ്കിലും ചോദിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഇതിനകത്ത് പല ഇതുണ്ട്. ഇപ്പം പാപനാശം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഗൗതമി പറഞ്ഞു, ഗൗതമിയും പിന്നെ അതിനകത്ത് അഭിനയിച്ച് ആരൊക്കെയോ പറഞ്ഞു, ഒരു കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും, മോണിറ്ററിലേക്ക് നോക്കി അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി ഓക്കെ പറയുന്നില്ല. അപ്പോൾ ഇത് മമതയും പറഞ്ഞിട്ടുണ്ട് പണ്ട്, ജിത്തു ഓക്കെ പറയുന്നില്ല. അപ്പം ചിലപ്പം ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓക്കെ ഷോട്ട് ഓക്കെ. അപ്പോൾ കമൽ സാർ പറഞ്ഞു എനിക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ്. ആ ഷോട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഷോട്ട് ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടോ, ഈ കണക്ഷൻ എങ്ങനെയാണ്, ഇതാണ്, ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക, മനസ്സിലായോ എന്ന് പറയുന്നത് പോലെ. നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്ന് അതിൻ്റെ ചിന്തയിലേക്ക് പോകും. എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത്, ഞാൻ പതുക്കെ അത് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം വെച്ചാൽ, ചില സമയത്ത് ചില ഷോട്ട് പ്ലാൻ ചെയ്ത് അങ്ങ് ചെല്ലുമ്പോൾ അതിന് പറ്റിയ സാഹചര്യമേ അല്ല അവിടെ. ഇമ്മീഡിയറ്റ് അതിൽ നിന്ന് മാറി എനിക്ക് അതിൻ്റെ ഒരു ബാക്കപ്പ് പ്ലാനൊന്നുമില്ല, ഞാൻ അതിനുള്ള അടുത്ത വഴി ഞാൻ കണ്ടെത്തുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന അത് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ചിലർ അതവിടെ ഇല്ലെങ്കിൽ അങ്ങ് സ്റ്റക്കാവും, പിന്നെ അത് വേണം. അപ്പോൾ അതാണ് ചിലർ പറയുന്നത് അയാൾ ഭയങ്കര കടുംപിടുത്തക്കാരനാണ്. പക്ഷെ അത് അയാളുടെ കുഴപ്പമല്ലത്, ആ വ്യക്തിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഇതിൻ്റെ തുടക്കത്തിലൊക്കെ പേര് റെഡി ആയിട്ടില്ല, ഊഴം എന്നുള്ള പേര് കിട്ടില്ല. പല പേരുകൾ ഇട്ടിട്ടും സാറ്റിസ്ഫൈ. അജി ടെൻഷൻ അടിക്കണ്ട, രാജു പറഞ്ഞ പേര്, രാജു ടെൻഷൻ അടിക്കണ്ട, അതിൻ്റെ സമയമാകുമ്പോൾ ഇത് വന്നു കണ്ടു. ക്ലൈമാക്സ് അത് ഞാൻ ഇച്ചിരി മുമ്പ് അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന്. ക്ലൈമാക്സ് ആദ്യം അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് നരേഷനായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാനത് മാറ്റി, നരേഷൻ്റെ രീതി മാറ്റി. അപ്പം എക്സിസ്റ്റിംഗ് ക്ലൈമാക്സുമായിട്ട് അത് സിങ്ക് ആകത്തില്ല. ഈ ഞാൻ 3 പാറ്റേണിൽ എൻ്റെ നരേഷൻ ഞാൻ നിങ്ങളില്ല അല്ല ടെക്നീഷ്യൻസിനോടും പ്രൊഡ്യൂസേഴ്സിനോടും പറഞ്ഞു, ഇങ്ങനെ ഇത് കഥ പറയാം, ഇങ്ങനെ കഥ പറയാം, പിന്നെ ഞാൻ ഇങ്ങനെയും കഥ പറയാം. അവരെല്ലാം തള്ളിക്കളഞ്ഞ ഒരു നരേഷൻ പാറ്റേൺ ഉണ്ട്, അതപ്പോൾ ഷൂട്ട് ചെയ്തേക്കണം. അപ്പം ക്ലൈമാക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിന് വലിയ ഇത് കൊടുത്തില്ല, അതിന് സൈഡിലേക്ക് മാറ്റി വെച്ചു. ഞാൻ റെഗുലറായിട്ട് ഷട്ടിൽ കളിക്കുന്ന രാവിലെ ക്ലബ്ബിൽ പോയി ഒരു ദിവസം ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ക്ലൈമാക്സ് കിട്ടിയത്. അത് കിട്ടിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തിരിച്ചു പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ നരേഷനില്ല, അത് ഫിക്സ് ചെയ്ത് കിട്ടുമോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങ് സംഭവിക്കും എന്നുള്ള വിശ്വാസമില്ല. അങ്ങനെയാണ് ഊഴം എന്നുള്ള പേരും. വളരെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഞാനും അത് ലിൻഡയായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്ന് ലിൻഡയുടെ വായിൽ നിന്നാണ് ഊഴം ചാടുന്നത്. അങ്ങനെ അത് കൊള്ളാമല്ലോ, ഇമ്മീഡിയറ്റ് ഞാൻ ചെയ്തു. കോളിൻസിന് കൊടുത്തിട്ട് ഈ മറ്റേ ഞാൻ വെബിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു തരാൻ പറഞ്ഞു. രാജുവിന് അയച്ചു. അവിടുന്ന് പെട്ടെന്ന് ഒരു ലവ് കിസ്സിങ് സ്മൈൽ വന്നു. അവിടെ ഞാൻ ലിൻഡയെ കാണിച്ചു, ഒരാൾ മാറിപ്പോയതാണ് ഞാനത് രാജുവിനോട് പറയുന്നത്. അപ്പം രാജുവിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളതങ്ങനെ ഫീഡ്ബാക്സ് എടുത്ത് കിട്ടുന്ന അങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് പോവാ. അങ്ങനെ ഒരുപാട് പേരുടെ നല്ല
പോസിറ്റീവ് സപ്പോർട്ടോടുകൂടിയാണ് ഇപ്പോൾ ഊഴം ഓണത്തിന് ഞങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. സിനിമ റിലീസാവാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയാ ഓണം അല്ലെങ്കിൽ വിഷു. അതെ, വളരെ നല്ല കോസ്റ്റ്യൂംസ് അല്ലേ? ഏറ്റവും ആഗ്രഹിച്ച പോലെ തന്നെയല്ല സർ? ചീത്തയൊക്കെ പറഞ്ഞെങ്കിലും വിചാരിച്ച പോലത്തെ കോസ്റ്റ്യൂംസ് തന്നെയല്ലേ? ചീത്ത പറഞ്ഞ ഈ സിനിമയ്ക്കല്ല, ഈ സിനിമയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ വെച്ചാ. നീരജ് പറയും. അല്ല, ഒന്നുമില്ല, ഞാൻ പറഞ്ഞു ഓണം എപ്പോഴും നമ്മളെ എന്താ പറയുക, രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഇതിനു മുന്നേ ഒരു ഓണത്തിനാണ് മെമ്മറീസ്, ഓണമായിരുന്നു. അപ്പം അതെ, അതിനുശേഷം ഒരു ഓണത്തിന് സപ്തമശ്രീ രാജുവേട്ടൻ്റെ ഒപ്പം തന്നെ ഞാൻ പടം ചെയ്തു. ഇത് എനിക്കൊരു വളരെ യാദൃശ്യമായിട്ട് ജിത്തുവേട്ടൻ്റെ ഒപ്പം രാജുവേട്ടൻ്റെ ഒപ്പം എൻ്റെ മൂന്നാമത്തെ പടമാണ്. അപ്പോൾ ഓണം നമ്മളെ എന്താ പറയുക, സംരക്ഷിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പം നീരജ് നല്ല കഷ്ടപ്പെട്ട് മുടിയൊക്കെ വളർത്തിയത് വെറുതെ ആയില്ല, നല്ല അടിപൊളി ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടാണ് പല ഭാവത്തിലും വരുന്നുണ്ട്. മുടി കാണാനല്ല, എൻ്റെ അഭിനയം. ഓൾ ദി ബെസ്റ്റ് ജിത്തു. താങ്ക് യു സോ മച്ച്.